ബന്ദി കൈമാറ്റം പരസ്പരം തുടരുന്നുണ്ടെങ്കിലും ഇസ്രായേലും ഹമാസും എപ്പോൾ വേണമെങ്കിലും ഇനിയും പടയൊരുക്കം നടത്തിയേക്കാം. അതിന് തക്കം പാർത്ത് തന്നെയാണ് ഹമാസ് ഇരിക്കുന്നത്. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിലും ഇപ്പോൾ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തപ്പോൾ VIP സ്വീകരണമാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ നൽകിയത്. റാവൽകോട്ടിലെ ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിലേക്ക് ഹമാസ് ഭീകരർ ആഡംബര വാഹനങ്ങളിൽ പ്രവേശിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോകളിൽ കാണാം. ജെയ്ഷെ ലഷ്കർ ഭീകരർ ബൈക്കുകളിലും കുതിരകളിലുമൊക്കെയായി റാലി നടത്തി അവരെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. ഫെബ്രുവരി 5-ന് പാകിസ്ഥാൻ കശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന വേളയിലായിരുന്നു വിവാദ സമ്മേളനം നടന്നത്. ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള പ്രചരണ പരിപാടിയാണിത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ തൽഹ സെയ്ഫ്, അതുപോലെ ജെയ്ഷെ കമാൻഡർ അസ്ഗർ ഖാൻ കശ്മീരി എന്നിവരുൾപ്പെടെ നിരവധി പേർ ഈയൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇറാനിലെ ഹമാസ് പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖമൂദിയാണ് ഹമാസ് പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഭീകര സംഘടനകളുടെ നേതാക്കൾക്കായി പാകിസ്ഥാൻ വളരെ രീതിയിലുള്ള ഒരു VIP പരിഗണന നൽകിയപ്പോൾ കശ്മീർ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയോടുള്ള അഭ്യർത്ഥനയിൽ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. ഒരേ ദിവസം നടന്ന 2 സംഭവങ്ങൾ അവരുടെ കാപട്യം തുറന്നു കാണിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറുന്നത്. ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്ന ഹമാസ് ഇപ്പോൾ ഇവിടെ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാനാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം കൈകോർക്കുകയാണ് ഇവിടെ.